സ്വാഗതം TCVയുടെ ചതുരംഗത്തിലേക്ക്. ഒരു പൂരം കൂടി കഴിഞ്ഞിരിക്കുന്നു. ലോക ഭൂപടത്തിൽ തൃശ്ശൂരിൻ്റെ സ്ഥാനം രേഖപ്പെടുത്തുന്നതിൽ, സുവർണ ലിപികളിൽ രേഖപ്പെടുത്തുന്നതിൽ തൃശ്ശൂർ പൂരത്തിനുള്ള സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ പൂരവും തൃശ്ശൂർക്കാരൻ്റെ അഭിമാനമാണ്. ലോകത്തെവിടെയാണെങ്കിലും തൃശ്ശൂരിലാണെന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ചോദിക്കാതിരിക്കില്ല. അങ്ങനെ ഒരു പൂരം കൂടി കടന്നു പോകുമ്പോൾ ഓരോ പൂരവും നമ്മൾ ആവേശത്തോടെ ആരവത്തോടെ നെഞ്ചേറ്റുമ്പോൾ ചില അനിഷ്ട സംഭവങ്ങൾ ഓരോ പൂരം കഴിയും തോറും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ പൂരം ഭംഗിയായി കൊണ്ടുപോകുക എങ്ങനെയെന്ന് പ്രധാന പങ്കാളികളായ പാറമേക്കാവും തിരുവമ്പാടിയും ഘടക ക്ഷേത്രങ്ങളുമെല്ലാം ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ 2024 പൂരത്തിലും ഏറെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടായി. ചതുരംഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന പൂരം കൂടുതൽ അഭിമാനത്തോടെ ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ, അതിനെന്ത് രീതി നമ്മൾ അവലംബിക്കണം എന്നുള്ളതാണ്. പല വിഷയങ്ങൾ, പൂരത്തിൻ്റെ എക്സിബിഷൻ സ്റ്റാളിൻ്റെ തറവാടക മുതൽ ഓരോ ഘട്ടങ്ങളിലും പല വെല്ലുവിളികൾ മറികടന്നുകൊണ്ട് ഈ പൂരം നടത്തുന്നത് ആർക്കു വേണ്ടി എന്ന ഒരു ചോദ്യം പ്രസക്തമാവുകയാണ്. പൂരം സംഘാടകർ നടത്തുമ്പോൾ അതിനെ അനുകൂലിക്കേണ്ടവർ, അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടവർ, അവർ ഏറ്റെടുത്ത് അവരുടെ രീതിയിൽ പൂരം നടത്തുമ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു ചോദ്യം ഉയരുമ്പോൾ നമ്മളോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത് തിരുവമ്പാടിയുടെ ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്, റിട്ടയേർഡ് SP RK ജയരാജ്. 3 പേരെയും പ്രേക്ഷകർക്കായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ആദ്യം തിരുവമ്പാടിയിൽ തന്നെ തുടങ്ങാം. വളരെ വർഷങ്ങൾക്ക് ശേഷം കേട്ടുകേൾവിയില്ലാത്ത, കോവിഡ് കാലത്ത് നമ്മൾ പൂരം നടത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ പൂരം ചടങ്ങ് മാത്രമായി നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ തിരുവമ്പാടി എത്തി. അതായത് കഴിഞ്ഞ ഈ പൂരത്തിന് വേണ്ടിയിട്ട് ചർച്ചകളിലെല്ലാം നമ്മൾ ഇരു ദേവസ്വങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഓണത്തെ അനുഭവം ഇത്തവണ ഉണ്ടാവാൻ പാടില്ല. കഴിഞ്ഞ തവണ ഈ ബാരിക്കേഡ് വെച്ച് തടയുന്ന ആ സിസ്റ്റം ഉണ്ടായിരുന്നു, അത് ഇത്തവണ പാടില്ല എന്ന് വളരെ കൂലങ്കഷമായി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതെല്ലാ മിനിറ്റ്സിലും എല്ലാത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇരു ദേവസ്വങ്ങളുടെയും രാത്രി പൂരം 2 മണിക്ക്, അതായത് പാറമേക്കാവിൻ്റെ മണികണ്ഠനാലിലും തിരുവമ്പാടിയുടെ നായ്ക്കനാലിലും ഭഗവതിമാർ വന്ന് നിന്നാൽ 3:30 മണിക്കാണ് പിന്നെ വെടിക്കെട്ടിനുള്ള സമയം. ആ 3:30 മണിയാകുമ്പോഴേക്കും വെടിക്കെട്ടിന് ക്ലിയർ ചെയ്യേണ്ട ഭാഗങ്ങൾ, ജനങ്ങളെ ക്ലിയർ ചെയ്യേണ്ട ഭാഗങ്ങൾക്കുള്ള ക്ലിയർ ചെയ്യാനുള്ള സമയമുണ്ട്. 1.5 മണിക്കൂറുണ്ട്. എങ്ങനെ വേണമെങ്കിൽ അത് കൈകാര്യം ചെയ്യാം. പൂരം കാണാൻ വരുന്നവരെ ഒരു കാരണവശാലും തടയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും 10 മണിക്ക്, അന്നേ ദിവസം 10 മണിക്ക് 19-ാം തീയതി 10 മണിയായപ്പോഴേക്കും തൃശ്ശൂർ റൗണ്ടിലേക്കുള്ള 19 വഴികളും അടച്ചുപൂട്ടി ഭദ്രമാക്കി വച്ചിരിക്കുകയാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ തെക്കോട്ടിറക്കം കഴിഞ്ഞ് മഠത്തിലേക്ക് ഭഗവതിയെ അവിടെ കൊണ്ട് ഇറക്കി എഴുന്നള്ളിച്ച് ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷായി തിരിച്ചു വരുമ്പോഴേക്കും എല്ലാ വഴികളും ഭദ്രമായി അടച്ചു വെച്ച്, ഒരാളെ പോലും, കമ്മിറ്റി മെമ്പറാണ് ഞാൻ, സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും പറ്റില്ല, എന്ന് കടത്താൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇതാണ് ഓർഡർ, നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ അപ്പത്തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഫ്രിക്ഷനാണ് നമുക്ക്. എന്തിനാണ് പിന്നെ ഞങ്ങൾ ഈ മീറ്റിങ്ങുകൾക്ക് പോണത്? ഒരു 3 മാസം ഏറ്റവും ഫസ്റ്റ് മന്ത്രിമാരടക്കം, ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാധാകൃഷ്ണനും അതേപോലെ തന്നെ തൃശ്ശൂരിൻ്റെ റവന്യൂ മന്ത്രി, കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ രാജേട്ടനും എല്ലാവരും കൂടി ഇരുന്നിട്ടൊരു മീറ്റിംഗ് ആയിരുന്നു. അതിലെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇലക്ഷൻ്റെ പ്രോട്ടോക്കോൾ ഇത് വന്നു, പിന്നെ അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ മാത്രമാണ് ഉണ്ടാവുക, രാഷ്ട്രീയക്കാരുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും വ്യക്തമായി ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ആശങ്ക ഞങ്ങളുടെ മനസ്സിലുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ അവർ മാത്രമാകുമ്പോൾ ഞങ്ങൾക്കിനി പറയാൻ ആരുമില്ലല്ലോ ഭഗവാനെ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ വന്നു. ഇത് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത്, ചുമതലയുള്ള താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ, അവർക്ക് ഇപ്പം ക്യാമ്പിൽ നിന്നുള്ള ട്രെയിനി ആയിട്ടുള്ള കുട്ടികളാണ്. ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. ട്രെയിനി ആയിട്ടുള്ള കുട്ടികളൊക്കെ ഞാൻ എങ്ങാനും എന്നെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അവരുടെ ആ ട്രെയിനിങ്ങിനെ ബാധിക്കുമോ, അവർക്ക് എന്തെങ്കിലും മൈനസ് മാർക്ക് വരുമോ എന്നുള്ള പേടി കൊണ്ടാണ് തോന്നുന്നു. അതിനവിടെ വേറെ ചാർജുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതിൽ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ രാജേഷും ഉണ്ട്, ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. തൃശ്ശൂർ പൂരത്തിന് അറിയാവുന്ന ആൾക്കാരെ അതിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരണം, അവിടെ ഇരുത്തണം. ഓരോ സെക്ഷനിലും ആ നേതൃത്വത്തെ, പഴയ പൂരം നടത്തി ശീലമുള്ള ആൾക്കാരുണ്ട്, അവരെ കൊണ്ടുവരണം, അവരെ അതിൻ്റെ നേതൃത്വത്തിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അതൊക്കെ കഴിഞ്ഞ് എല്ലാം കൈവിട്ടു പോയി. ഒരാളും പൂരം കാണാനില്ല.
മടത്തിലെ വരവ് അവിടുന്ന് 11:30 തുടങ്ങുമ്പോൾ ആനയും കുറച്ച് പഞ്ചവാദ്യത്തിൻ്റെ ആൾക്കാരുണ്ട്. ഈ റൗണ്ടിൽ നടക്കണവരൊക്കെ ഇവരിങ്ങനെ പിടിച്ച് പുറത്തേക്ക് ആക്കണം. റൗണ്ടിൽ ഏതെങ്കിലും കാരണം വെച്ചാൽ റൗണ്ടിലേക്ക് എത്തി ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ, സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവർ അതാത് ബാരിക്കേഡിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ കൺസേൺഡ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ബാരിക്കേഡിൻ്റെ പുറത്തേക്ക് ആക്കുകയാണ്. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ്, ഒരുപാട് വിഷയങ്ങളിൽ പൂരവുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങ്. ഓരോ വർഷം കഴിയും തോറും പൂരം നടത്തിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാവുന്നുണ്ടോ? തീർച്ചയായിട്ടും വലിയ വെല്ലുവിളിയാണ്. എല്ലാ വശത്തും ഇപ്പോൾ വെടിക്കെട്ട് നടത്തുകയാണെങ്കിൽ അതിനും വെല്ലുവിളിയാണ്. ആനകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഉള്ള ആനകളുടെ ലോഡ് കൂടും. അങ്ങനെ പ്രശ്നമുണ്ട്. ഈ പാർലമെൻറ്റിൽ ബില്ല് പാസ്സായിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് ആനകൾ എത്തിത്തുടങ്ങിയിട്ടില്ല. ഇതുകൂടാണ്ട് വനം വകുപ്പിൻ്റെ കണ്ടമാനം സർക്കുലർ ലാസ്റ്റ് മിനിറ്റിൽ വരെ വന്ന് ആദ്യം പറഞ്ഞു 50 മീറ്റർ ആനയുടെ 50 മീറ്റർ ചുറ്റളവിൽ ഒരാളും തീവട്ടിയോ അല്ലെങ്കിൽ മേളക്കാരോ പാടില്ല എന്ന് പറഞ്ഞു. ഇതിൽ ഞാൻ ഒന്ന് ചോദിക്കുന്നുണ്ട്, ഈ 50 മീറ്റർ ചുറ്റളവിൽ തീവട്ടിയോ മേളക്കാരോ പാടില്ല എന്നുള്ളത് ഏതൊരു പൂരത്തെ അറിയുന്ന ഏതൊരു കുട്ടിക്കും അറിയാം അങ്ങനെ നടത്താൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ അത്തരം ഒരു സർക്കുലർ മനഃപൂർവ്വം? അത് കഴിഞ്ഞ് അതിനെ നമ്മൾ വീണ്ടും അതിനെ മറ്റേ സർക്കാരിൽ പറഞ്ഞ് അത് 6 മീറ്ററാക്കി കൊടുത്തു. ഈ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിൽ ഒരു സ്റ്റേജിൻ്റെ 6 മീറ്റർ വരച്ച് നമുക്കൊരു ആൾക്കാരെ എത്താം. എന്നാൽ ഇതൊരു മൂവിങ് പ്രൊസഷനാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് ആനകൾ വരുന്നു, മേളക്കാർ വരുന്നു. ഈ മൂവിങ് ഇതിനൊന്നും കറക്റ്റായിട്ട് നമുക്ക് 6 മീറ്റർ ആയിരിക്കാൻ ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ ഈ ജനങ്ങളെ കൺട്രോൾ ചെയ്യുക ദേവസ്വങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് 10-13 ലക്ഷം ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? അത് സ്വയം ജനങ്ങളും അതുപോലെ തന്നെ പോലീസും അതിനനുസരിച്ചുള്ള നടപടികളെടുക്കും. ഇതുകൂടാതെ സാധാരണ നമുക്കൊരു 9 മണിയാകുമ്പോഴേക്കും ഗ്രൗണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് രാത്രി. ആ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 10 മണിയോടുകൂടി വെടിക്കെട്ടിൻ്റെ പണി തുടങ്ങിയാലാണ് 3-3:30 ആകുമ്പോഴേക്കും റെഡിയാവുള്ളൂ. ഇത്തവണ 12 മണിയായിട്ടും മാഗസിൻ തുറക്കാനുള്ള അനുവാദം കമ്മീഷണർ തന്നില്ല. കമ്മീഷണർ അവിടെ വരുന്ന ആൾക്കാരെ മുഴുവൻ അടിച്ചോടിക്കായിരുന്നു. ഏതാണ്ടൊരു വൈരാഗ്യം ആരോടുള്ള മാതിരി. അല്ല, അങ്ങനെ ഈ ദേവസ്വങ്ങളുമായിട്ട് എന്തെങ്കിലും നേരത്തെ തർക്കം ഉണ്ടായിട്ടുണ്ടോ? തർക്കമുണ്ടായിട്ടില്ല. പല മീറ്റിങ്ങുകളും വളരെ കോഡിയലായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ ടെൻഷനും ഇതും കാരണമായിരിക്കാം. പക്ഷേ നമ്മൾ എത്രയോ പൂരങ്ങൾ ഇതുപോലെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രീ RK ജയരാജ്, താങ്കൾ തന്നെ പൂരം പലവട്ടം നിയന്ത്രിക്കുന്ന ഘട്ടത്തിലായിരുന്നു. ഇവിടെ SP ആയിട്ടാണ് ഇവിടുന്ന് റിട്ടയർഡ് ചെയ്യുകയുണ്ടായിട്ടുള്ളത്. പോലീസിൻ്റെ വിഷയങ്ങൾ ധാരാളം അറിയാം. എന്തുകൊണ്ട് പോലീസ് ഇത്രയും മോശമായ രീതിയിലേക്ക്, നമുക്ക് എല്ലാ പത്രങ്ങളും ഒരേ രീതിയിൽ അല്ലെങ്കിൽ നാട് മുഴുവൻ പോലീസ് പൂരം കുളമാക്കി എന്നുള്ള രീതിയിൽ മുമ്പൊരിക്കലും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ചില സമയങ്ങളിലൊക്കെ ചില മേഖലകളിൽ മാത്രം ലാത്തി വീശുകയും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അതിനവർ പിന്നീട് തിരിച്ചറിഞ്ഞ് ക്ഷമ പറയുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് പൊതുവിൽ മൊത്തം പൂരം മുഴുവൻ ഇതേ രീതിയിൽ ഒരു മാധ്യമപ്രവർത്തന നിലയിൽ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ പാസുകൾ ലഭിക്കുന്ന മേഖലയിൽ വരെ പലപ്പോഴും ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായ ഒരു പൂരമായിരുന്നു തവണ. എന്തുകൊണ്ട് പോലീസ് ഇങ്ങനെ മാറുന്നു? ഞാൻ ഒരു 20 വർഷത്തിൽ കൂടുതൽ തൃശ്ശൂർ പൂരം ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഒരാളാണ്, പോലീസ് ഓഫീസർ എന്ന രീതിയിൽ. അത് കഴിഞ്ഞ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ചീഫ് എന്ന രീതിയിൽ 5 വർഷം. ഇത്രയും അനുഭവ സമ്പത്തുണ്ട് എനിക്ക് പൂരത്തിൽ കണ്ടും അതിൻ്റെ മാനേജ്മെൻറ്റ് കൺട്രോളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇതൊരു VIP സുരക്ഷയ്ക്ക് ഉള്ള ഒരു പോലീസ് ഡ്യൂട്ടി പോലെ, അല്ലെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ ഒരു പോലീസ് പെരുമാറുക ആ രീതിയിലാണ്. വസ്തുതയിൽ ഇവിടെ പൂരം എന്ന് പറഞ്ഞത് ബന്ദോബസ്ത് ഡ്യൂട്ടിയാണ്. ബന്ദോബസ്ത് ഡ്യൂട്ടി എന്ന് തന്നെയാണ് പറയുക, പൂരം ഡ്യൂട്ടി എന്ന് പറയുക. ബന്ദോബസ്ത് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വരുന്ന ഭക്തജനങ്ങൾക്ക് സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കലാണ് പോലീസിൻ്റെ ജോലി. അവർക്ക് അവരുടെ രക്ഷയ്ക്ക് ആ ഒരു ഭാഗം മാത്രമാണ് പോലീസ് നോക്കേണ്ട കാര്യമുള്ളൂ. പൂരം നടത്തിപ്പിന് പോലീസ് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല. അത് നടത്താൻ ദേശക്കാരും കമ്മിറ്റിയും അതിനോട് ഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ, ഇപ്പോൾ തെക്കോട്ടിറക്കം ആ ആളുകളെ മാറ്റാൻ ദേവസ്വം വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ അത് 2 സ്ഥലത്തേക്കും ഒരു വടം കയറ്റി വെച്ചു. ഒരു വടം എന്നൊരു ഇതല്ലാതെ ഒരിക്കലും ഒരു ബാരിക്കേഡൊന്നും എൻ്റെ സർവീസ് ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് മറ്റു പല ജില്ലകളിൽ നിന്നൊക്കെ ഈ കോവിഡ് കാലത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന് കുറേ ഇതുകളടക്കം കംപ്ലീറ്റ് അടച്ചു കെട്ടി. ഇപ്പോൾ ഈ പൂരം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ പാറമേക്കാവിൻ്റെ തിരുവമ്പാടിയുടെ ആയാലും അതിൻ്റെ പുറകെ ഒരു പരമാവധി 200 പേരാണ് സാധാരണ നിലയ്ക്ക് അതിൻ്റെ ഫോളോ ചെയ്ത് വരുന്നത്, ദേശക്കാരായിട്ടുള്ള ആളുകൾ രാത്രി പൂരത്തിന് കാണുന്നത്. പിന്നെ അത് ആളുകൾ കുറേ ആളുകൾ ഇങ്ങനെ വെറുതെ നടക്കണം. ഒരു സ്കാറ്റേഡ് ആയിട്ടുള്ളതാണ് ഗ്രൂപ്പ്, 5 ആൾ 10 ആൾ കാന്ത എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ വെറുതെ പാട്ടൊക്കെ പിപ്പിക്ക് പാടി അങ്ങനെ ആഘോഷിച്ച് എൻജോയ് ചെയ്ത് പോവുക. സാധാരണ നിലയ്ക്ക് നമ്മളൊരു രാത്രി ഒരു 1 മണിയാവുമ്പോൾ മിക്കവാറും ഗ്രൗണ്ടിൽ നിന്ന് ആളുകളെ പറഞ്ഞവർ മാറും, അവർക്ക് അറിയാമല്ലോ പൂരം. അതിന് അവിടെ ലാത്തി ചാർജ് ഒന്നും വേണ്ട, വെറുതെ നമ്മൾ അവിടെ നിൽക്കണം. കാരണം ഓരോ സ്ഥലത്തേക്ക് ഓരോ ഉദ്യോഗസ്ഥന്മാരെ കൊടുത്തിട്ടുണ്ട്.
സെഗ്മെൻറ്റും സോഡുകളൊക്കെ ആക്കിയിട്ട് ഓരോ DYSP ഇൻസ്പെക്ടറാക്കി കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ചുമതല മാത്രമാണ് ഒരു സൂപ്പർവൈസറി ഓഫീസർ മാത്രമാണ് കമ്മീഷണർ. അതായത് അതേ നോക്കണ്ട, അവർ കറക്റ്റായിട്ട് നോക്കേണ്ടതെന്ന് ഉള്ളൂ. അപ്പോൾ ആ ഒരു DYSP പാറമേക്കാവിൻ്റെ കൂടെ ഒരു DYSP ഉണ്ടാവും, തിരുവമ്പാടിൻ്റെ കൂടെ അയാൾ കുറേ പോലീസുകാരുണ്ടാവും, അവരത് മാനേജ് ചെയ്യും. അല്ലാണ്ട് ഇതിനു മുമ്പ് ഈ പാറമേക്കാവ് വരുന്നതിന് കുറച്ച് പൂരം തുടങ്ങുന്നതിന് മുമ്പ് ജോസ് തിയേറ്ററോടെ വട്ടം ബാരിക്കേഡ് കെട്ടിയതാണ്. അതൊരു ഉദ്യോഗസ്ഥൻ്റെ അവസരോചിതമായ തീരുമാനം കൊണ്ട് മാറ്റി ഒരാന പോയാൽ മതി എന്ന് പറഞ്ഞാണ്. ശരിയല്ലേ? അതായത് ഞങ്ങൾക്ക് ഇത്തവണ വലിയൊരു ഭാഗ്യം ഉണ്ടായത് ഞങ്ങളുടെ കൂടെ സഹകരിച്ച 2 ACPമാരും വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരായിരുന്നു. ഒന്ന് സുരേഷ് സാറ്, അദ്ദേഹം സ്ഥിരമായിട്ട് 5-6 കൊല്ലമായിട്ട് അദ്ദേഹം ഞങ്ങളുടെ ഗുരുവായൂർ ACP. വളരെ നല്ല അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. ഇവിടുന്ന് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നും ഇളഞ്ഞിച്ചോട്ടിലേക്ക് എത്തുന്നതും പിന്നെ അവിടെ നിന്ന് ഇതുവരെ എത്തുന്നതും നമ്മുടെ തെക്കോട്ടിറങ്ങുമ്പോഴൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ ഇടപെടൽ നടത്തി. അതേപോലെ തന്നെ സജീവൻ സാറാണ് ഇവിടെ വെച്ചിട്ട് നമുക്ക് 7 ആനയും കൂടി ഒരുമിച്ച് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത്. അപ്പോൾ ആ ACP ലെവലിലെ ആൾക്കാരുടെ എങ്ങനെ അവർ ചെയ്യണമെന്നനുസരിച്ചിരിക്കും എൻഡ് റിസൾട്ട്. ഞങ്ങളുടെ ഭാഗ്യത്തിൽ എത്തണ വളരെ മിടുക്കരായിട്ടുള്ള ഓഫീസറാണ് 2 പേരും. അല്ല, അറിയാവുന്നവരാണെങ്കിൽ തിരുവമ്പാടിനെ സംബന്ധിച്ച് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉന്തും തള്ളുമായിട്ടാണ് അവസാനിപ്പിച്ചത്. ക്ഷേത്രത്തിൽ നിന്ന് റോഡിലേക്ക് നിരക്കാൻ ഓരോ ആനയായിട്ട് ക്ഷേത്രം 3 ആന ഇറങ്ങണ ആ ഒരു ഗ്യാപ്പിൽ അവിടെ നിൽക്കാളുമ്പോഴേക്കും ഇങ്ങ് പോലീസിൻ്റെ ആൾക്കാർ വന്നു വടം കെട്ടി മാറ് പിടിക്ക് വഴക്ക് വെക്കാണ്. അവരെ പറഞ്ഞു മനസ്സിലാക്കി ആന ഒന്ന് നിൽക്കട്ടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആന ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴല്ലേ 6 മീറ്റർ ആന ഒന്ന് നിന്ന് ഈ നടന്നു പോണ ആനയ്ക്ക് പരമാവധി നമ്മൾ സഹകരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫ്രിക്ഷനിൽ അയാൾക്ക് മനസ്സിലായി, ആ പോലീസ് ഓഫീസർക്ക് മനസ്സിലായി ഇതിനി കുഴപ്പമില്ല, ഇവർ ആദ്യമായിട്ട് പൂരത്തിന് വന്ന ആളാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആൾ ഓക്കെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്മൂത്തായിട്ട് ഞങ്ങൾ മഠത്തിലേക്ക് ചെന്നു. അവിടെ ഒന്നും കുഴപ്പമുണ്ടായില്ല. അതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. തെക്കോട്ടിറക്കത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ കുട്ടികൾ കുട കൊണ്ടുവരുന്നത് ഈ അവരൊരു സന്തോഷമാണ്. ഈ ഫാൻസി കുട ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേശത്തുള്ള യൂത്തിൻ്റെ ഒരു അവകാശമാണ്. അവരത് പിടിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് തടഞ്ഞു. ആനക്കാരൻ പട്ട കൊണ്ടുവരുമ്പോൾ ഏതൊരു എന്താ പറയുക സാമാന്യ വിവേകമുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെറിയ ലെവലൊക്കെ സംസാരിക്കാൻ പാടുണ്ട്. എവിടെയാണ് പഴയ്ക്കുന്നത്? IPS ഓഫീസർ അയാൾ ജില്ലാ പോലീസ് മേധാവിയാണ്. അപ്പോൾ അദ്ദേഹം ആ കൊടുക്കുന്ന മെസ്സേജ് താഴെയുള്ളവർക്ക് വളരെ മോശം മെസ്സേജാണ്. അദ്ദേഹം അങ്ങനെ പെരുമാറുമ്പോൾ അതിനൊക്കെ റൂഡായിരിക്കും താഴെയുള്ളവർ പെരുമാറും. ഇത് തന്നെയാണല്ലോ സാധാരണക്കാരനായ സ്റ്റേഷനിൽ പോകുമ്പോൾ ഈ രീതിയിലുള്ള ശൈലിയാണല്ലോ കേൾക്കുന്നത്. അതൊരു ട്രാൻസ്ഫേർഡ് അഗ്രഷൻ എന്ന് പറയും. നമ്മൾ മുകളിൽ നിന്നുള്ള അഗ്രഷൻ താഴേക്ക് പോകുന്ന രീതിയിലേക്ക് വരും. അതുപോലെ തന്നെ ഇലഞ്ഞിത്തറമേള നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ കംപ്ലീറ്റ് നമ്മളൊരു പോലീസ് സംവിധാനത്തിൻ്റെ പോരായ്മകൾ എന്നാണ് പറയും, കുറ്റപ്പെടുത്തലുകളല്ല. അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഭവ സമ്പത്തി എന്ന് പറയുന്നതാണ്. അവിടെയൊക്കെ ഈ വടം കെട്ടി ഇതുപോലെ ടൈറ്റാക്കി നിർത്തി കഴിഞ്ഞാൽ ഈ ആനകൾ അതിന് വളരെ ചേർന്ന് നിൽക്കുന്നത്. ഒരു ആന എന്തെങ്കിലും തരത്തിലൊന്ന് തെക്കോട്ട് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്താൽ ആളുകൾക്ക് ഓടി മാറാൻ പോലും ഒരു അവസരമില്ലാത്ത രീതിയിലാണ് ഈ വടം കെട്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നത്. എത്ര ഡേഞ്ചറസ് ആണ്, ഒന്നും ഉണ്ടായില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ അവിടെയൊന്നും ഒരു വടക്കുന്നാഥ ക്ഷേത്രത്തിന് കോമ്പൗണ്ടിൻ്റെ അകത്തൊന്നും ഒരു പോലീസിങ്ങിൻ്റെ പ്രത്യേകിച്ച് ആവശ്യമില്ല. ശരിക്കും ഇവിടെ ഒരു എല്ലാവർക്കും അറിയാമല്ലോ ചിത്രമേളത്തിൻ്റെ അവിടെ എന്തായാലും നല്ല തിരക്കുണ്ടാവും. കുറേ ആളുകൾ കുറച്ച് നേരം നിൽക്കുമ്പോൾ കാണാൻ പറ്റാണ്ടാവുമ്പോൾ ഒരു ഇറങ്ങി ഇങ്ങനെ പോകും. അതങ്ങനെ ഇങ്ങനെ ഒരു ഫ്ലോ ചെയ്ത് ഇങ്ങനെ പോകുന്നൊരു രീതിയാണ് എല്ലാവരുടെ. അത് ഈ പ്രാവശ്യം അനുവദിച്ചില്ല എന്ന് പറയും. അപ്പോൾ ഈ കുറച്ച് ആളുകൾ മാത്രം വരിക, അവർക്ക് എങ്ങോട്ടും നീങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരിക. അപ്പോൾ അത് ആണ് ഒരു പ്രധാനത അതിനകത്ത് കാണുന്നത്. പിന്നെ ഈ രാത്രി സാധാരണ 2 മണിക്ക് മുമ്പൊന്നും ഒരിക്കലും നമ്മൾ ആ സ്വരാജ് റൗണ്ടിൻ്റെ ആ പ്രത്യേക വെടിക്കെട്ടിനോട് ചേർന്നുള്ള ഭാഗത്തുനിന്ന് ആൾക്കാരെ മാറ്റില്ല. കാരണം ആളുകൾ ഈ കുടമാറ്റവും കഴിഞ്ഞ് അതിനു ശേഷമുള്ള വെടിക്കെട്ടും കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിനും 3:30 വെടിക്കെട്ടുള്ളൂ. അപ്പോൾ ഈ വരുന്നവരാരും പോവില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ നടന്ന് ഈ കാഴ്ചകളും ഇല്ലുമിനേഷൻസും ഒക്കെ കണ്ടിങ്ങനെ എൻജോയ്, അതാണല്ലോ പൂരം. അത് ഈ പൂരത്തിന് വന്ന് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നായ്ക്കനാലിലാണെങ്കിൽ നായ്ക്കനാലിൻ്റെ ഇപ്പുറത്ത് കെട്ടി വെച്ചടച്ചു. ചിലർ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നുണ്ട്, ചിലർ കണ്ണ് നിറഞ്ഞു പോകും നമ്മൾ കാണുന്നുണ്ട്. എത്രയോ ദൂരെ നിന്ന് കൊല്ലത്തിലൊരിക്കൽ വരുന്ന പൂരം കാണാൻ വരുന്നവരാണ്. ഈ ക്രൗഡിൻ്റെ ഇത് മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ പൂരത്തിന് വരുന്ന ഒരു പാസീവ് ക്രൗഡാണ്. അതായത് അത്ര ക്ഷമാശീലമുള്ള, എത്ര നേരം വേണമെങ്കിലും എന്താ പറയുക ഒരു ശാരീരിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ അവസരമില്ലാതെ അതുപോലും ഒതുക്കി പിടിച്ച് അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹം ചിലർക്ക് ഈ ചാനലുകളിലൊക്കെ ഇങ്ങനെ ലൈവായിട്ട് കാണുമ്പോഴും അല്ലെങ്കിൽ ഒരു കൗതുകത്തോടു കൂടി വരുന്നവർ ഈ പ്രാവശ്യം ഞാൻ ഇതുവരെ പൂരം കണ്ടിട്ടില്ല. ഇതൊന്നും തൃശ്ശൂർ ടൗണിൻ്റെ പരിസരത്തുള്ള ആൾക്കാരെല്ലാം എന്ന് ആലോചിക്കണം. ഇത് നേരെ മറിച്ച് ഇത് കുന്നകുളം ഭാഗത്തുള്ള ഏതെങ്കിലും ദേശപൂരത്തിൻ്റെ അടുത്ത് എന്നതുപോലെ ബാരിക്കാഡ് വെച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും പോലീസ് പാവം പോലീസുകാർ എല്ലുകൊണ്ട് ഓടേണ്ടി വന്നേനെ.
ഈ കൂടുതൽ ക്ഷമിക്കുമ്പോൾ തലയിൽ കയറുന്നുണ്ടോ? മാത്രമല്ല എനിക്ക് തോന്നുന്നു റെക്കോർഡ് ക്രൗഡ് കഴിഞ്ഞല്ലാണ് 23-നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്രയും സെൽഫ് കൺട്രോളിലുള്ള ക്രൗഡാണ് വരുന്നത്. അത് എത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ ഉദ്ദേശിക്കുന്ന പോലും കുറ്റകൃത്യങ്ങൾ ഉണ്ടാവുന്നില്ല. ഇത്രയും ഉണ്ടാവുന്നില്ല പ്രതീക്ഷിക്കുന്ന പോലും ഉണ്ടാവില്ല. അത്രയും ശാന്തമായിട്ടാണ് എടുക്കുന്ന തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യണയിൽ വന്നിട്ടുള്ള വീഴ്ചയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഞങ്ങൾ കാലത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എഴുന്നള്ളിപ്പ് നാക്കിനാലെത്തിയപ്പോൾ അവിടെ ആംബുലൻസുകൾ നിറഞ്ഞു കിടക്കണു, വെള്ളം വണ്ടികൾ നിറഞ്ഞു കിടക്കണു. ഞങ്ങളിത് മീറ്റിങ്ങിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ആനയ്ക്ക് അങ്ങോട്ട് നീങ്ങാനുള്ള യാതൊരുവിധ സൗകര്യമില്ല. നടുവിലാലെത്തിയപ്പോൾ പറയണ്ട. ഇത് കണിമംഗലത്തിന് ഒരു പരാതി ഞങ്ങൾക്കും അത് തന്നെയാണ്. അപ്പോൾ ആവർത്തിച്ച് പറയണ ഈ ആംബുലൻസിൻ്റെ കഴിഞ്ഞ തവണ പൂരത്തിൻ്റെ എഴുന്നള്ളിച്ചിരിക്കണ ആനയുടെ കാലുമ തട്ടിപ്പോയതാണ് ആംബുലൻസ്. അപ്പോൾ ഈ ആംബുലൻസിൻ്റെ അതിപ്രസരം നിർത്തണം, അതിന് ഏതെങ്കിലും റൂട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടും നാക്കിനാല് മുതൽ നടുവിലാല് വരെ നിറഞ്ഞു കിടക്കാറുണ്ട് പോലീസിൻ്റെ വാഹനങ്ങളും അതേപോലെ തന്നെ. അപ്പോൾ എഴുന്നള്ളിപ്പ് ഇങ്ങോട്ട് വരാൻ വൈകണു. അപ്പോൾ അവിടെ ഒരു തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവണു. എന്താണെന്നറിയില്ല. ഇത് ഈ പറഞ്ഞ പോലെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു വലിയ VIP വരുന്ന ഇതിലാണ് ആളുടെ കാഴ്ചപ്പാട്. പക്ഷേ എന്നാൽ അതിട്ട് താഴെത്തട്ടിലേക്ക് അതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടണമില്ല. അല്ല, സർക്കാർ തന്നെ ഭംഗിയായിട്ട് നടത്തണമെന്ന് പറഞ്ഞ് ഇടപെട്ടു എന്ന് പറയുന്നു. പക്ഷേ അതിനപ്പുറം ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമായിട്ടാണോ തിരുവമ്പാടിക്ക് തോന്നിയത്? അതല്ല, അതെ, ഓരോ സ്ഥലത്തും ആ മനുഷ്യൻ റെസ്റ്റ് എടുത്തിട്ടില്ല. കൊണ്ട് ഇങ്ങനെ ഓടി നടക്കുക എന്താണെന്നറിയില്ല. ടെൻഷൻ കാരണമായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയും എന്താ പറയുക, പുള്ളിക്ക് രാത്രി ആൾക്കാരെ വെടിക്കെട്ടിന് മുമ്പ് ക്ലിയർ ചെയ്യണം എന്നുള്ള റൂളുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തോന്നലുണ്ട് ആൾക്കാർ മാറില്ലാന്ന്. അപ്പോൾ ഏറ്റവും എളുപ്പം എന്താ കെട്ടിപ്പൂട്ടുക. അതെനിക്ക് തോന്നുന്നു ഈ അനുഭവ സമ്പത്തുള്ള നിരവധി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ പറഞ്ഞത് എടുത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചൂണ്ടിക്കാണിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയല്ല ചെയ്യാറുള്ളത്, എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ജില്ലാ പോലീസ് മേധാവിക്ക് പോലും ഇങ്ങനെയൊക്കെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. കാരണം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ വരെ ഉറ്റുനോക്കി നല്ല രീതിയിൽ പോകണമെന്ന് പറഞ്ഞ്, കാരണം പല രീതിയിൽ ബാധിക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു പൂരത്തെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളോട് കൊണ്ടുപോകാൻ പറ്റുമോ? തീരുമാനം കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയാണ്. അങ്ങോർക്കത് ഞാൻ സ്വന്തമായിട്ട് എല്ലായിടത്തും എത്തണം, ഞാൻ തന്നെ എല്ലാം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൽ വീഴ്ച വരികയാണ്. മറ്റവരൊക്കെ ഇങ്ങനെ നോക്കൂത്തികളായി നിൽക്കുകയാണ്. അവനവൻ്റെ ഡ്യൂട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ ഒരാൾ കൺട്രോൾ റൂമിൽ ഇരിക്കുകയാണ്. നിയന്ത്രണങ്ങൾ സാറ് പറഞ്ഞല്ലോ, ഒരു സൂപ്പർവൈസർ ഇതിലിങ്ങനെ നിൽക്കുകയാണ്. സാധാരണ എനിക്ക് ഇവിടുത്തെ ചന്ദ്ര സാറും അവരൊക്കെ അയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രീഫിംഗ് ഉണ്ട്. ഇതിനു മുമ്പ് ടൗൺ ഹാളിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ അവിടെ ഇരുന്നിട്ട് ഈ എല്ലാ ഡ്യൂട്ടിക്ക് വരുന്ന എല്ലാവരും ഒരു ബ്രീഫിംഗ്. അതാണ് കാരണം. എല്ലാവരും ഈ കട്ടിങ് എഡ്ജിൽ നിൽക്കുന്ന പോലീസുകാരാണ്, ജനങ്ങളോട് സംസാരിക്കുന്നത് പോലീസുകാരാണ്, ഓഫീസേഴ്സ് മാത്രമായിരിക്കില്ല. അപ്പോൾ അവരും കൂടി അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചന്ദ്രസാറിൻ്റെ ബ്രീഫിംഗ് 2 വരികയുള്ളൂ. നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലൊക്കെ പൂരം ഡ്യൂട്ടി ചെയ്തവരും ഒരുപാട് പ്രാവശ്യം ചെയ്തവരുമാണ്. നിങ്ങൾ അതൊക്കെ നല്ലവണ്ണം അറിവുണ്ടാവില്ല. അതനുസരിച്ച് നോക്കിയും കണ്ടും അന്തസ്സോടുകൂടി ഡ്യൂട്ടി ചെയ്യുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ബ്രീഫിംഗ്. അപ്പോൾ പിന്നെ കാര്യങ്ങൾ അതിൻ്റെ ആ സീക്വൻസ് ഇങ്ങനെ പറയും. ഇങ്ങനെ പകൽ പൂരത്തിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് രാത്രി പൂരം ഉള്ളത്. അപ്പോൾ അതിൽ ഇത്രയൊക്കെയാണ് എക്സ്പെക്റ്റഡ് ക്രൗഡ്, എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉണ്ടാകുന്ന സമയം എപ്പോഴാണ്, എന്ത് തരത്തിലുള്ള ഒരു ക്രൗഡാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളത് മാത്രമാണ് പറയും. ഈ പ്രാവശ്യം ബ്രീഫിംഗ് ഒക്കെ ഉണ്ടായി. പക്ഷേ അതൊക്കെ ഈ ഡിജിറ്റലായിട്ട് ഉള്ള ഇതുകളായിരുന്നു അധികം എന്നാണ് പറയാട്ട്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായ പൂരത്തിൻ്റെയും അതിൻ്റെയൊക്കെ അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഈ ആളുകൾക്കൊരു ബ്രീഫിംഗ് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഇദ്ദേഹം ഈ സൂപ്പർവൈസറെ ആയിട്ട് ആ പോലീസ് കൺട്രോൾ റൂമിൽ ഇരിക്കലുള്ളൂ. ഈ വയർലെസ്സിലൂടെയുള്ള കൺട്രോൾ മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും അവിടെ ഏൽപ്പിച്ച ഡ്യൂട്ടി DYSPക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ മാത്രമാണ്. എന്നാലും അദ്ദേഹം അവിടെ പോകുന്നില്ല. അത്ര ഒരു ഇനവിറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ മാത്രമേ കമ്മീഷണറൊക്കെ ഒരു സ്പോട്ടിൽ പോവുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഒരു ഓവർ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എനിക്ക് അതാണ് ഡ്യൂട്ടിയോടുള്ള ആത്മാർത്ഥത. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഡ്യൂട്ടി. പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ പോലും വലിയ കടുംപിടുത്തം തൃശ്ശൂർ പൂരത്തെ പോലെ ഒരു ചടങ്ങിൽ അത്രയും കടുംപിടുത്തമല്ല. ജനങ്ങളോട് കൂടുതൽ സൗഹാർദ്ദപരമായിട്ട് ശബരിമലയിൽ പോകുന്ന പോലീസുകാരെ പോലെ അവർക്ക് എന്താണ് കൈ കൊടുക്കുക. ഇതിന് മുകേഷ് മുന്നേ പറഞ്ഞല്ലോ, ഈ മാധ്യമങ്ങളെ വരെ അനുവദിക്കില്ലെന്ന്. ഞങ്ങൾ മാധ്യമങ്ങളുടെ ആദ്യമൊക്കെ ഞങ്ങൾ മീഡിയ പാസ് ഞങ്ങൾ കൊടുത്തിരുന്നു. ഇപ്പം അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ പോലീസ് ഓഫീസർമാരാണ് നൽകുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് മീഡിയ പാസുകളെല്ലാം കൊടുത്തിരുന്നത്. അപ്പോൾ ഈ അവിടെ നിന്ന് കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് അത് നമ്മൾ മീറ്റിങ്ങിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം കേരളത്തിലെ തൃശ്ശൂരിലെ മീഡിയാസിന് ഇമ്പോർട്ടൻസ്, പിന്നെ കേരളത്തിലെ, പിന്നെ
അടുത്ത അതർ സ്റ്റേറ്റിലെ നാഷണൽ ലെവലിൽ, അത് കഴിഞ്ഞിട്ടാണ് ഈ യൂട്യൂബേഴ്സിനും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മളൊരു അതിൻ്റെ ഒരു കാറ്റഗറിയൊക്കെ തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങോർക്ക് അതിലും ഭയങ്കര വെപ്രാളായിരുന്നു. അതെങ്ങനെ കൊടുക്കും, ഏത് കൊടുക്കും, അവർക്ക് മീഡിയ സ്റ്റാൻഡ് അത് മതിയോ ഇത് മതിയോ എന്നുള്ള അത് തുടക്കം മുതലേ ആ ഒരു VIP പൗലിയൻ ആൾക്ക് ടെൻഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് കോടതിയുടെ ഒരു വിധി വന്നോട് കൂടിയിട്ട് അങ്ങോട്ട് കൈമെന്നൊരു ടെൻഷൻ, അതാണ് എനിക്ക് തോന്നുന്നു. അതുമെന്നാണ് ആളുടെ നല്ല ടെൻഷനാണ്. അതെ, സമയത്ത് നമുക്ക് ആലോചിച്ചാൽ നമുക്ക് ഒരു ക്ലിയർ പാത്ത് ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ അല്ല, ഇതിനകത്ത് സാധാരണ ആ കുടമാറ്റമൊക്കെ കറക്റ്റ് ഹൈക്കോർട്ടിൻ്റെ ആ ഡയറക്ഷൻസൊക്കെ കംപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നത് പറമേക്കാവ് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും, ചിലപ്പോൾ രാജാവിൻ്റെ ഫുൾ റൗണ്ട് കറങ്ങി വരുന്ന ഈ പ്രാവശ്യമായിരിക്കും. അത്രയും മിടുക്കോട് കൂടി അത്രയും നല്ല പെർഫെക്ഷനോട് കൂടി ഡ്യൂട്ടി ചെയ്യാൻ കഴിഞ്ഞു. അത് ഇദ്ദേഹം ഓടി നടന്നതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അത് മുഴുവനും ഇതിലുകൊണ്ട് രാത്രി പോയി തെക്കോട്ട് ഇറങ്ങുമ്പോൾ വളരെ മനോഹരമായിട്ട് മറ്റേ വടം വെച്ച് പിടിച്ച് രാജാവിൻ്റെ വരെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഒറ്റ കാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് അതൊരു അടുത്ത കാലത്തൊന്നും പോകാൻ പറ്റില്ല, വരേക്ക് നടത്താൻ പറ്റുകയും ചെയ്തു. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 8 സെറ്റ് കൂടെ മാറ്റാണ്ട് പോയി. എന്നുവെച്ചാൽ ആൾക്കാർ വന്ന് ആനയുടെ മേത്ത് വീഴുമായിരുന്നു. ഇത്തവണ അതൊക്കെ വളരെ കൺട്രോൾ. ഈ കുടമാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ രാംലല്ലയും ശ്രീരാമനൊക്കെ ഉയർത്തിയൊരു കുടകളുണ്ടായിരുന്നു. തീർച്ചയായും ഈ സമീപ നാളുകളിലൊന്നും ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടല്ല ദേവസ്വം നടത്തുന്നത് തൃശ്ശൂർക്കാർക്കറിയാം. കാരണം മെസ്സി ഉയർന്നിരുന്നു. അതിനെക്കുറിച്ചും അതിൻ്റെ പേരിലും കുറേ വിവാദങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ദേവസ്വങ്ങൾ അതിനെ കാണുന്നത്? ഇതിന് ഒരു വിവാദത്തിൻ്റെ ആവശ്യമില്ല. എല്ലാ കൊല്ലവും ഗണപതിയോ മുരുകനോ പല രീതിയിലുള്ള ദൈവങ്ങളുടെ പടങ്ങൾ കയറ്റാറുണ്ട്. അതൊരു കഴിഞ്ഞ കൊല്ലം തിരുവമ്പാടി മെസ്സിയുടെ പോലും ഉയർത്തിയിരുന്നു. വിവാദം ഉണ്ടാക്കുന്ന ആൾക്കാർ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കും. ഇതൊരു പ്രത്യേക കാരണം കൊണ്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴത്തെ ഒരു തീം എന്താണ്, അപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഗതി. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ആ യൂത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട് മാഷ്, ജനാർദ്ദന മാഷ്, കേരളമംഗളയിലെ ജനാർദ്ദന മാഷ് അങ്ങോരെ കുചേലൻ്റെ വേഷം കിട്ടി ആ ഫോട്ടോ കൊടുത്ത് ഫ്ലക്സ് അടിച്ചിട്ട് ആനപ്പുറത്ത് കയറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രം, അദ്ദേഹത്തിൻ്റെ ചിത്രം അത് ഡിറ്റോ ആണ്. അങ്ങനെ ഒരു എല്ലിച്ചിട്ടാണ് അത് കയറ്റിയിട്ടുണ്ട്. അത് പല പുലിക്കളി കയറ്റിയിട്ടുണ്ട്. ആ സമയത്തെ ട്രെൻഡ് നോക്കി എല്ലാം കയറ്റിയിട്ടുണ്ട്. അല്ല ഇങ്ങനെ നമ്മൾ ചന്ദ്രയാൻ കയറ്റി. അതെ, അല്ല ഇങ്ങനെ ഓരോന്നിനും ഓരോ മറുവശം കണ്ടെത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോ സെറ്റ് ഉണ്ടാക്കുമ്പോഴും അടുത്ത പോലെ ആശങ്കയോട് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമല്ലേ? അല്ല ഇതിലിപ്പോൾ ശ്രീരാമനെ കയറ്റിക്കൊണ്ട് ഇപ്പം എന്താ വിവാദം? ഒന്നുമില്ല. അതാണ് ചോദിക്കുന്നത്, എന്താണ് ശ്രീരാമനെ കയറ്റിക്കൊണ്ട് എന്താണ് വിവാദം? ശ്രീരാമനെ കയറ്റിക്കൊണ്ട് നമ്മുടെ വിവാദം പറയുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഒരു വികാരം എന്താണെന്നുള്ളത്. ശ്രീരാമൻ നമ്മുടെ ഹിന്ദുക്കളുടെ എന്താ പറയുക ഉത്തമ പുരുഷനാണ്. ആ ഉത്തമ പുരുഷനെ നമുക്ക് നമ്മുടെ ആനപ്പുറത്ത് കയറ്റണം, നമ്മുടെ പൂരത്തിന് കയറ്റണം. അതിലെന്താ? ഇതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. അതായത് ഓരോ കൊല്ലം പൂരം നടത്താനും കൂടുതൽ വെല്ലുവിളി ടെൻഷനോട് കൂടി ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണോ പോകുന്നത്? ഭയങ്കര പേടിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടോ? ഇത് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ കേസ് വരുന്നു, അത് വേറെ പ്രശ്നം. പേടിയില്ല. ഇപ്പോൾ നമ്മുടെ ആനയുടെ ഇത് വന്നു, അതിലിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അമിക്കസുരിയുടെ ലെറ്റർ ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തതിൽ രാജേഷിന് പ്രശ്നമുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞോളൂ, അത് മുഴുവൻ പറയണ്ടേ. 6 മീറ്റർ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പോലീസിനെ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചു. അത് വ്യക്തമാക്കി. ശരിയല്ലേ? എനിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനെ അങ്ങോട്ട് പെരുപ്പിച്ച് വലിയൊരു ഇഷ്യൂ ആക്കി ഇന്ന് ഏതോ പത്രത്തിൻ്റെ ഹെഡ്ലൈൻസിന് കൊടുക്കുകയോ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയണടുത്ത് പറയണ്ടേ. ഒരു ഭാഗത്ത് തറകടലയുടെ മറ്റേ എക്സിബിഷൻ്റെ റേറ്റിനെ കുറിച്ചുള്ള തർക്കം 1.5 കൊല്ലമായിട്ട് തീർന്നിട്ടില്ല. 39 ലക്ഷത്തിന് നേരെ 2.25 കോടി വേണമെന്നാണ് ബോർഡും അതിന് കോടതി നിൽക്കുന്നത്. അങ്ങനെയൊക്കെ പല അതിനോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ ഈ ലോ ആൻഡ് ഓർഡറിന് വേണ്ട 30-40 ലക്ഷം രൂപ എക്സിബിഷനാണ് കണ്ടെത്തുന്നത്. അപ്പോൾ അവിടെ ലാഭമില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വർഷം ചെല്ലുന്നോറും ഈ കാശ് കൂടുതൽ കൂടിക്കൊണ്ടിരിക്കില്ല. ഇതിൻ്റെ ഈ ലോ ആൻഡ് ഓർഡർ ഉൾപ്പെടെ ചെലവുകൾക്ക് മുമ്പ് ഇപ്പോൾ ഈ പോലീസ് കൺട്രോൾ റൂം, CCTV, ബാരിക്കേഡിങ്, ഈ 2 ഫ്ലൈ ഓവർ വെക്കാറുണ്ട്, VIP പെവിലിയൻ, പോലീസിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് 4 ലക്ഷം. അതുകൂടാണ്ട് കഴിഞ്ഞ കൊല്ലം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു തരം ഞങ്ങൾക്ക് വേണം 50,000 1 ലക്ഷം 2 ദൈവം നടത്തി കൊടുക്കുക. അപ്പം ഈ വക കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്ക്
കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമുക്കെതിരെ വീണ്ടും പ്രശ്നങ്ങളാവും. ഇത്തവണ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കീഴിൽ ഘടകപുരം 3 എണ്ണമാണ്. ഈ 3 ആൾക്ക് നമുക്ക് ആനകളെ കൊടുക്കാൻ സാധിച്ചില്ല രാത്രി. അതിനുള്ള ആനയില്ല. 8ഉം 10ഉം ആന ഒരു തിടമ്പുമായി വന്ന ഒരു ആനയുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ 2 ആനേനും കൊടുത്തു, 4 ആനേനും കൊടുത്തു. അങ്ങനെ അത് 10 ആന അയ്യന്തോക്കാർക്ക് 3 ആനേനാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത് രാത്രി. അവർ വന്നിട്ട് നമ്മളെ വെല്ലുവിളിയും എന്താ പറയുക ചീത്ത പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇനി നമ്മളിനി അതിലും വേറെ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ആനയെ കിട്ടണ്ടേ. വളരെ വ്യക്തമായിട്ട് ഹൈക്കോടതി പറഞ്ഞിരുന്നു പരിശോധിക്കണത് നോക്കി നിൽക്കാനാ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഇവർ വന്നിട്ട് കാലിൻ്റെ അവിടെ തട്ടുക, അവരും ചെയ്താൽ എന്ത് ചെയ്യും? ഇവിടെ 10 എണ്ണത്തിനെ നോക്കി ഒരു പോക്ക് വേറെ എവിടേക്കോ പോയി. പിന്നെ അവിടെ നിന്ന് വേഗം തിരുവമ്പാടി പോയി കുറേ നോക്കി. പിന്നെ രാത്രി 3 മണിക്ക് 3:30 തുടങ്ങിയ പരിശോധന ഞങ്ങളുടെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് വീണ്ടും രാത്രി 10:30 ആനക്കാരില്ല. അതുവരെ ഇവിടെയാണ്. ഇത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സ്ഥിതികളത്? ഇനി അടുത്ത കൊല്ലം മറ്റു മേഖലകളിലും വന്നാൽ ബഹുമാനപ്പെട്ട കോടതി ഇതിലൊക്കെ ഒരു എന്താ പറയുക അറിവോട് അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് ചെയ്യായിരിക്കും നന്നുണ്ട്. പൂരം എന്താണെന്നുള്ളത് പഠിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഈ വരണ ആനകൾ അകലങ്ങളിൽ നിന്ന് വണ്ടികളിൽ വരണ ആനകളാണ്. അതിനെ അഗസ്തൂരിയൊക്കെ വന്ന് നിന്ന് ടെസ്റ്റ് ചെയ്യുക. ഒരു 50ഓളം ഡോക്ടേഴ്സ് 2 ദിക്കിലും കൂടി നിൽക്കുന്നുണ്ട്. അവരൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഇവരെ ജസ്റ്റ് ഒന്ന് വന്ന് നിൽക്കുക. സൂപ്പർവിഷൻ എന്നുള്ള ആ ഭാഷ തന്നെ അവിടെ വയ്ക്കുന്നത്. എന്താണ് അവിടെ ചെയ്യണത് അതവിടെ റിപ്പോർട്ട് ചെയ്യാനേ പറഞ്ഞു. ഇവർ അതല്ല അതിൽ കടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓരോ പൂരത്തെ അന്ന് വൈകിട്ട് 4 മണി വരെ ഞങ്ങൾക്ക് കളക്ടറേറ്റിൽ മീറ്റിംഗ് ആണ്. ഇവരുടെ വക മീറ്റിംഗ് കഴിഞ്ഞാൽ മീറ്റിംഗ് തുടർച്ചയായ മീറ്റിങ്ങുകളാണ്. അല്ല, ഇതിൽ വിചിത്രമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആളുകൾ പൂരം കാണാതിരിക്കാനുള്ള ബാരിക്കേഡ് കൊണ്ടുവരാൻ ദേവസ്വങ്ങൾ കാശ് കൊടുക്കേണ്ട അവസ്ഥയാണ്. ആളുകൾ പൂരം കാണാതിരിക്കാൻ ഈ ബാരിക്കേഡ് കൊണ്ട് നോക്കുന്നത്. അതിന് ദേവസ്വങ്ങൾ ഈ ബാരിക്കേഡുകൾക്ക് ഉൾപ്പെടെ 40 ലക്ഷം രൂപ കൊടുക്കണം. മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഈ കമ്മീഷണർ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ചില വർഷമൊക്കെ ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പൂരത്തിനും അദ്ദേഹം തന്നെ അദ്ദേഹം ഇതുവരെ വേറെ ഏതെങ്കിലും ഒരു ഉത്സവത്തിനോ പെരുന്നാളിനോ പോയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാക്കിയതോ അങ്ങനെ ആക്ഷേപത്തിനിട വരുന്ന രീതിയിലൊന്നും ചെയ്തതായിട്ടും ഈ അതർവൈസ് ഓക്കെ എന്നുള്ള രീതിയിലാണ് ഒരു ഓണസ്റ്റ് ഓഫീസർ എന്നുള്ള രീതിയിലാണ്. വേറെ ആക്ഷേപങ്ങളൊന്നും കേൾക്കാത്തൊരു ഓഫീസറാണ്. ഈ പൂരത്തിന് മാത്രം വന്നിട്ട് ഇത് ചെയ്തതിലത്തെ ഒരു സാങ്കത്യം മനസ്സിലാക്കാത്തത്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നമ്മുടെ സർവീസിലുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം അദ്ദേഹം ഇങ്ങനെ ഇതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും സ്പോട്ടിലൊക്കെ കൊണ്ട് നടക്കും, ബാരിക്കടക്കം വയ്ക്കും. അപ്പോൾ സജീവനായിരുന്നു അവിടെ ACP. സജീവൻ ഇവിടെ SI ആയിട്ടും CA ആയിട്ടും വല്ലൂർ ഈ പരിസരത്ത് മുഴുവനും അപ്പോൾ ഇദ്ദേഹത്തിനായിട്ടും നല്ല ലൈസൻസ് ഉണ്ട്. അപ്പോൾ സജീവൻ ത്രൂ ഔട്ട് കൂടെയുണ്ട്. അതെന്തെങ്കിലും ഒരു ഹൈ ഹാൻഡഡ്നെസ് വന്നു കഴിഞ്ഞാൽ സാർ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, ഇത്ര ആൾ വരും, അങ്ങനെ പറഞ്ഞു കൊടുത്ത് അതങ്ങനെ കറക്റ്റ് ചെയ്ത് പോയി. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം അത്ര വലിയ വിഷയം ഉണ്ടായത്. രാത്രി പൂരത്തിന് പ്രശ്നം ലാത്തി ചാർജ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ നടുവിലാലിലും ജോസ് തിയേറ്ററിന്റെ അവിടെയൊക്കെ ഈ മെയിൻ റോഡ് ഉണ്ടല്ലോ, സ്വരാജ് റോഡ് ബ്ലോക്ക് ചെയ്തു. റൗണ്ടിൽ തന്നെ ബ്ലോക്ക് ചെയ്തു. ഇത് വരണ ബൈലൈനുകളാണ് ബ്ലോക്ക് ചെയ്തത്. കഴിഞ്ഞ സ്വരാജ് റോഡ് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ആ വലിയ പ്രശ്നമായി. പിന്നെ വായുദ് സാറ് വന്നിട്ടാണ് ഇവിടുത്തെ പൊളിച്ച് കളഞ്ഞത്. അല്ല, ഇതിനകത്ത് ഇപ്പോൾ ഈ സുദർശൻ്റെ ഒരു വിഷയം ഞാൻ പറയുന്നത് വെച്ചാൽ ഈ സുദർശൻ എന്തിന് ഇതിലേക്ക് വലിച്ചഴിച്ചൊന്നും എനിക്ക് മനസ്സിലാവാത്തത്. കാരണം സുദർശൻ എൻ്റെ CA ആയിരുന്നാണ്. ഗുരുവായൂർ ACP ആയിരിക്കും, എൻ്റെ CA ആയിരുന്നു സുദർശനാണ്. അത് പക്ക ജെൻറൽ ആയിട്ടുള്ള ഓഫീസറാണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരയ്ക്കൊപ്പം നിന്നിട്ട് മാധ്യമ ശ്രദ്ധയൊക്കെ നേടിയ ഒരു ഗ്രേറ്റ് ഓഫീസർ എന്നാണ് ഞാൻ പറയുക. അത്ര നല്ലൊരു ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഒരാളെ അടുത്ത് ഇങ്ങനെ ഷോർട്ട് ടെമ്പേർഡായിട്ട് പെരുമാറുന്നതായിട്ടൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ സുദർശൻ്റെ ഒരു പോരായ്മ എന്ന പരിമിതി എന്ന് പറഞ്ഞാൽ ആകെ വന്നിട്ടൊരു മാസമായിട്ടുള്ളൂ. ഈ ഇലക്ഷൻ പ്രമാണിച്ചിട്ട് ട്രാൻസ്ഫറായി വന്നതാണ്. പൂരത്തിനെ കുറിച്ചോ അതിൻ്റെ എന്നാലും അദ്ദേഹത്തിൻ്റെ ലെവലിൽ വെച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു കമ്മീഷണറെ അടുത്ത് പോയിട്ട് അത് അങ്ങനെയല്ല എങ്ങനെയെന്ന് പറയാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അനുഭവ സമ്പത്ത് അയാൾക്കില്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇടപെട്ടിട്ടുണ്ടാവില്ല അതിനകത്ത്. അല്ലല്ല, ഇത്തവണ ഏറ്റവും കൂടുതൽ നല്ലോണം ജനങ്ങളായിട്ടും ദേവസ്വങ്ങളായിട്ടും പെരുമാറിയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ സുദർശൻ. അത് ദേവസ്വങ്ങൾ തന്നെ പറയുന്നത്. എല്ലാം വളരെ ജെന്റിൽ, എന്താ പറയാ, 100-100 മാർക്ക് കൊടുക്കുന്ന. വേറെ വലിയൊരു പ്രശ്നം നമ്മൾ നേരിട്ടത് എക്സിബിഷനാണ്. നമുക്ക് നേരത്തെ അറിയാം എക്സിബിഷൻ എന്നുള്ളതാണ് സോഴ്സ് ഓഫ് ഇൻകം ഈ പൂരത്തിനുള്ളത്. 6:30 മണിക്ക് വരെ സാമ്പിളിൻ്റെ എന്താന്ന് പറഞ്ഞാൽ 5 മണിക്ക് പൂട്ടിക്കും. പൂരത്തിൻ്റെ ഒന്ന് 12 മണി വരെയാന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് പൂട്ടിക്കുക. അപ്പോൾ എക്സിബിഷൻ കമ്മിറ്റി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. സമയപ്രദർശനത്തിനും അങ്ങനെ ഉണ്ടായോ? 17-ാം തീയതി ഉണ്ടായി. നേരത്തെ 17-ാം തീയതിയാണ് സാമ്പിൾ വെടിക്കെട്ട് ദിവസം. സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത് എവിടെയാ? ഈ പടിഞ്ഞാറ് ഗോപുരത്തിൻ്റെ അവിടെ. ഇത് കിടക്കുന്നത്
കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും കാണുന്ന ചമയ പ്രദർശനമാണ്. കാരണവശാലും അവിടെ അടച്ചിടേണ്ട കാര്യമില്ല. 10 രൂപ കിട്ടുന്ന ഒരു ദിവസമാണ് എക്സിബിഷനിൽ കൂടുതൽ ആൾക്കാർ കയറുന്ന ദിവസമാണ്. അന്ന് വന്ന് എന്നാൽ അവിടെ ഓഫീസുണ്ട്, എല്ലാത്തിനും ഒരു മാന്യത വേണ്ടേ. ആ ഓഫീസിലേക്കൊന്നും പോവാണ്ട്, അവിടെ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, എല്ലാം അവിടേക്കൊന്നും പോവാണ്ട് നേരിട്ട് കൗണ്ടറിലേക്ക് വന്നിട്ട് ധനലക്ഷ്മി ബാങ്കിൻ്റെ സ്റ്റാഫാണ് അവിടെ ടിക്കറ്റ് കൊടുക്കണേ. പക്ക എന്താ പറയുക സുതാര്യമായ ഒരു പ്രോസസ്സാണ് എക്സിബിഷനിലും ദേവസ്വങ്ങളിലും ഒക്കെ നടക്കണേ. അവിടെ പോയിട്ട് അവരെടുത്ത് കൗണ്ടർ ക്ലോസ് ചെയ്യാൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഷോപ്പുകളിലും പോയതുകൊണ്ട് അല്ലേ, ഷോപ്പിലും പോയിട്ട് അവരോട് അവരോട് പറയേണ്ട കാര്യം ഒരു അധികാരമില്ല. അതിൽ എന്നിട്ട് ബിന്ദു മിനിസ്റ്റർ അതിൽ ഇടപെട്ടു. അവിടെ കൺസേൺഡ് CIയുടെ അടുത്ത് അന്ന് രാത്രി വീണ്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മിനിസ്റ്ററോടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി. അപ്പം തന്നെ വിളിച്ച് കൺസേൺ സ്റ്റാഫിനെ അറിയിച്ചിട്ട് പോലും അന്ന് രാത്രി തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി രാഷ്ട്രീയ തലത്തിൽ ബന്ധപ്പെട്ടിരുന്നു, അതായത് മന്ത്രിമാരായാലും ഈ ഇലക്ഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് അല്ലെങ്കിലും മന്ത്രിമാരെ ഇടപെടാറുണ്ട്. എല്ലാത്തിനും നമുക്ക് വിളിച്ചാൽ എന്നാലും വളരെ കോപ്പറേറ്റീവ് ആയിട്ട് ഒരു പരിധി വെച്ചിട്ടുള്ള ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വേറെ പ്രശ്നം ഞങ്ങൾ അത്രയും ഇപ്പോൾ രാജൻ മിനിസ്റ്റർ ആയാലും ബിന്ദു ടീച്ചറായാലും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ. നമ്മൾ അപ്പാപ്പ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതിന് റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതെന്താണെന്നുള്ളതാണ് സംഭവം. അതെ, അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത് സംഭവിച്ചു. അതെ. അപ്പോൾ അതിൽ ഓഫീസർമാരുടെ ലെവലിലാണോ എനിക്ക് തോന്നേ ഈ ബ്രീഫിങ്ങിലും ഇതിലൊക്കെ വന്നാൽ അവരെ വിശ്വാസതയിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കമ്മീഷണർ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ വിശ്വാസതയിൽ എടുക്കാത്ത കാരണമാണ് കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം അത് മനസ്സിലാക്കിയില്ല, അതിനൊരു പഠിച്ചില്ല. ഒപ്പം തന്നെ ട്രെയിനിങ് കൃത്യമായിട്ട് ലഭിക്കാത്ത അവർ ക്യാമ്പിൽ നിന്ന് വരുന്നത്, അത് പൂരത്തെക്കുറിച്ച് അറിയില്ല, പോലീസിൻ്റെ രീതിയെക്കുറിച്ച് മുഴുവനായി പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. അവർ എന്താണ് പറയുന്നത്, ഒരു ഇരുമ്പ് ചട്ടമാതിരി അല്ലെങ്കിൽ ഇരുമ്പുലയ്ക്കമാതിരി നടപ്പാക്കുക എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരണോ കൂടുതലായിട്ട്? ആളില്ലാതെ ട്രെയിനീസ് എന്ന് പറഞ്ഞ സ്റ്റാറൊന്നും ഇല്ലാത്ത ആളുകളാണ്. ആകെ 2 മാസമൊക്കെ ആയിട്ടുള്ളവർക്ക് ട്രെയിനിങ് തുടങ്ങിയിട്ട് അവരൊന്നൊരു ഓഫീസർ ഇതിലെല്ലാവരും വരുന്നത്. അവരിപ്പോൾ ഒരു ഹയറപ്പായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥർ എന്ത് പറയണോ അത് ചെയ്യുക. അതിപ്പോൾ ഏത് ഇതായാലും അതിൻ്റെ ഹൈറാർക്കി അങ്ങനെയാണ്. പോലീസിൻ്റെ അവർ ഇതായിട്ടില്ല, സ്റ്റാർ ആയിട്ടില്ല. SI സബ് ഇൻസ്പെക്ടർ ട്രെയിനീസ് ഉണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അവരായാലും ട്രെയിനീസാണ്. അപ്പോൾ അവരോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അത് അവർ ചെയ്യും. ദേ ആർ ബൗണ്ട് ടു ഡു ഇറ്റ്. ഒരു ബൈൻഡിങ് ഇതാണ്. അതിനകത്ത് അവരുടെ ഡിസ്ക്രിപ്ഷനൊന്നുമില്ല. 2 ആളെ കൂടി വേണമെങ്കിൽ കഴിച്ചുകൂടാ, അത് കഴിയില്ല. പോലീസിൻ്റെ പേരുദ്യോഗസ്ഥർ കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. എനിക്ക് അതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. കാരണം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞല്ലോ, ഞാൻ സെക്രട്ടറിയാണ്, എന്നെ കടത്തി വിടണം അല്ലെ, അവർക്കറിയാം. അവർ അറിഞ്ഞു, ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അറിവുണ്ടായിരിക്കാം, പക്ഷെ അവർ പേടികൊണ്ടായിരിക്കാം. ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണല്ലോ. അടുത്ത വർഷം ഇങ്ങനെയൊന്നും സംഭവിക്കരുത്. ഇതുപോലെയുള്ള സെക്രട്ടറിയെ തടയുന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഈ കണ്ണൂരിൽ നിന്ന് എവിടെന്നെങ്കിലും വന്ന ഒരു പോലീസുകാരൻ ചോദിക്കുക എവിടെ പറഞ്ഞേക്കാൻ പറ്റും ഒന്നും അറിയാൻ. അതാണ് എൻ്റെ പ്രോബ്ലം. അതാണ് ഈ നടുവിലാലിലും 14 ജില്ലകളിൽ നിന്നും ഉള്ള ട്രെയിനീസാണ് ഇതിനകത്തുള്ളത്. അല്ലാണ്ട് തൃശ്ശൂർക്കാരും ഇവിടെ അടുത്തുള്ള നടുവിലാലിലും നമ്മുടെ ശ്രീമൂലസ്ഥാനത്തിനും പ്രത്യേകതയുണ്ട്. എല്ലാ പൂരങ്ങളും എല്ലാ ആൾക്കാരും വന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വളരെ മാന്യമായിട്ട് തന്നെ പെരുമാറണം. ഏറ്റവും കൂടുതൽ ക്രൗഡുള്ള ആ ഒരു ഏരിയയാണ്. ഇപ്പോൾ കാലത്ത് തൊട്ട് ഓരോന്നിനു പുറകെ ഓരോ പൂരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത്തവണത്തെ പൂരത്തെ ദൃശ്യങ്ങളിൽ ആരാ ഉദ്യോഗസ്ഥനെന്നറിയില്ല, ലാത്തി വീശി ആളുകളെ ഓടിക്കുന്ന ഒരു ദൃശ്യം നടക്കുന്നു. അതായത് ഇപ്പൊ രാത്രിയിൽ അവിടെ ലാത്തി വീശിയിട്ട് ഞങ്ങളുടെ ഈ രാത്രിയിൽ ശരിക്കും കുത്തുവിളക്ക് പിടിക്കില്ല. അതിന് പകരം ഈ ഒറ്റപ്പന്താണ് പിടിക്കുക. ഈ ഒറ്റപ്പന്തം അവിടെ നിന്ന് പിടിച്ചു വരുമ്പോൾ പന്തലിൽ എത്തുമ്പോഴാണ് കുത്തുവിളക്ക് നിലത്ത് വെച്ച്. അപ്പം ഞങ്ങളുടെ വാറിൽ ഈ കുത്തുവിളക്ക് പിടിച്ച് ദേവസ്വം ഓഫീസിന് മുന്നിൽ ആ തിണ്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കുക. അയാളെ വന്നിട്ടൊരു പോലീസുകാർ റെഡിയാണ്. എന്തിനാ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. എന്തിനാ അടിച്ചേ? ഈ കുത്തുവിളക്കും പിടിച്ച് അവിടെ ഇരിക്കുന്ന പാവം, വളരെ ലീനായിട്ടുള്ള ഒരാൾ, വളരെ പാവം മനുഷ്യൻ. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല കേട്ടാ, പോലീസുകാരുടെ അടുത്ത് എന്താ ചെയ്തത് അയാൾക്കും അറിയില്ല. പോലീസിനെതിരെ വളരെ ഗോബാക്ക് ഒരു രക്ഷയില്ല. അപ്പം ഈ അവിടെ നിന്ന് അപ്പം എന്താ, ഞാനിപ്പോൾ അയാളെ വിളിച്ച് ചോദിച്ചു എന്താണ് ഇത്ര നേരത്തെ വന്ന് കുത്തുവിളക്കുമായിട്ട് അവിടെ ഇരിക്കാൻ കാരണം ചോദിച്ചു. കഴിഞ്ഞ വർഷവും കടത്തി വിട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ട്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അവിടെയാണ് ബാരിക്കേഡ് കെട്ടിക്കണം. ഇത്തവണയും നേരത്തെ കെട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് നേരത്തെ വന്ന് ഇവിടെ വന്നിരുന്നു കുത്തുവിളക്കുമായിട്ട്. കുത്തുവിളക്കില്ലെങ്കിൽ അതിന് കുത്തുവിളക്ക് വേണം, അത് നമ്മുടെയും ചീത്ത വെക്കും. അതിന് ഞാൻ അവിടെ നിന്ന് നേരത്തെ ഭക്ഷണം കഴിച്ച് കുത്തുവിളക്കായിട്ട് ഇവിടെ വന്ന് നിന്നു. പാവം മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പച്ച പാവമില്ല. ഈ മുകളിൽ നിന്ന് കൊടുക്കുന്ന സമ്മർദ്ദമാണോ ഈ പോലീസുകാർക്ക് താഴേക്ക്? അതാണോ ഈ അടി കൊടുക്കുന്നത്? അതൊക്കെ
ഇത് എൻ്റെ ഭാഗമായിട്ട് പറയാനൊന്നും പറ്റില്ല. എന്നുള്ള സമ്മർദ്ദം ഇതിന്റെ പേരിലല്ല, ഈ മുകളിലുള്ള ഉദ്യോഗസ്ഥനെ കണ്ടുപിടിക്കുമ്പോഴാണല്ലോ ഈ സമ്മർദ്ദം നാട്ടുകാരിലേക്ക് എത്തുന്നത്. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ കമ്മീഷണർ അങ്ങനെ ഇത്തിരി പറഞ്ഞു എന്ന് വെച്ചിട്ട് അതൊന്നും മറ്റുള്ളവരെല്ലാവരും അത്യാവശ്യം സീനിയേഴ്സ് സർവീസുള്ള ഓഫീസർമാരല്ലേ, അവർ അത് കണ്ട് ഇത് ചെയ്യാനുള്ള ഒരു പ്രവണത ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അല്ല സാറേ, ഈ വടക്കുന്നാഥന്റെ നമ്മുടെ ദീപസ്തംഭം കത്തിക്കണ്ട എന്ന് പറയാൻ ആർക്കാണ് അധികാരം? ആരാ പറഞ്ഞത്? CI ACP പുതിയ ഒരു ACP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷൈജൻ, ഈ ഇവിടെ ഉണ്ടായിരുന്ന ആള്, വെസ്റ്റിൽ ഉണ്ടായിരുന്ന ആള്, ഷൈജുവാ ഒരാളാണ്. അങ്ങനെ പറയാൻ കാരണം അവര് പറയാ എന്താ, ഞങ്ങൾ ഇതേ സമിതി ഉപദേശക സമിതി മെമ്പർമാർ അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൂരം കഴിഞ്ഞിട്ട് മതി. പൂരം കൊടി കയറി കഴിഞ്ഞാൽ നമ്മൾ ഇരു ദേവസ്വങ്ങളും അതിന്റെ കത്തിക്കാനുള്ള എണ്ണയുടെയും അതിന്റെ ചെലവും അവിടെ നമ്മൾ ഫണ്ട് അടയ്ക്കണതാണ്. ഈ എല്ലാ ദിവസവും അവിടെ വൈകുന്നേരം ഈ ദീപസ്തംഭം കത്തിക്കും. തെളിയാറുണ്ട്. ഈ ദീപസ്തംഭം കത്തിക്കാൻ അനുവദിച്ചില്ല, അതൊക്കെ പൂരം കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം കത്തിച്ചില്ല. കത്തിക്കാൻ അനുവാദം കൊടുക്കില്ല, അടിച്ചു കുടിക്കുന്നു. ഞാനിപ്പോൾ തൃശ്ശൂർക്കാരനായതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അതിന്റെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അമ്പലത്തിന് മൂല വിളക്ക് കത്തിക്കണ്ടെന്നല്ല പറഞ്ഞു. എനിക്ക് കാരണം അറിഞ്ഞു, എന്താ മനസ്സിലായോ എന്തുകൊണ്ടാണ്? ഇപ്പൊ വേണ്ടാന്ന്, അതിനൊന്നും നിങ്ങൾക്ക് ഇപ്പൊ സമയമായിട്ടില്ല, ഞങ്ങൾ പറയുമ്പോ ആയാൽ മതി എന്ന് പറയണം നിലപാട് അല്ലേ. അല്ല, ഒരു തൃപ്പുക ഇപ്പോൾ ഒരു ദിവസം തൊഴുതില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് മുമ്പായിട്ട് വന്ന് വരുന്നവരുണ്ട്. സാമ്പിളിന്റെ അന്നോ മറ്റോ, സാമ്പിളിന്റെ അന്ന് ഇതുപോലെ അമ്മ വരുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ട് അത് പൂരത്തിന്റെ ദിവസമില്ല, അവർ മടക്കി വിടുകയാണ്. അപ്പോൾ പറഞ്ഞ ഉദ്യോഗസ്ഥൻ എനിക്കറിയാം, പക്ഷെ ഞാനത് പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരോട് ഉന്നത ഉദ്യോഗസ്ഥനാണ് ഈ അമ്മയോട് പറഞ്ഞത്, ഒരു ദിവസം ഇപ്പോൾ തൃപ്പുക തൊഴുതില്ല, ഇപ്പം എന്താ കുഴപ്പമൊന്നും. ഇത് പറയുമ്പോൾ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്, പക്ഷെ അത് മനസ്സിലുണ്ടാക്കുന്ന ഡിവോട്ടീസിൻ്റെ ഇടയിലായാലും മറ്റുള്ളവരുടെ ഇടയിലും ഉണ്ടാക്കുന്നത് സാംസ്കാരിക ഘോഷയാത്രയൊന്നുമില്ലല്ലോ, ഇതൊരു ഉത്സവം. പോലീസിന് എങ്ങനെ മാറേണ്ടി വരുന്നതാണ്? ഒരു 20 വർഷത്തിലധികം പൂരത്തിൻ്റെ ഭാഗമായിട്ടൊന്നല്ലേ കുറേ തെറ്റുകളാണ്. വിളക്ക് കത്തിക്കേണ്ട എന്ന് പറഞ്ഞു തുടങ്ങി മോശമായി പെരുമാറുകയും ലാത്തി വീശുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ കുത്തുവിളക്കുകാരനെ വെറുതെ പിടിച്ചടിക്കുകയും ചെയ്യുന്ന ആ ഒരു സ്ഥിതിവിശേഷം മാറി പോലീസ് എങ്ങനെയായി വരണം? അല്ല, പോലീസ് ഞാൻ പറഞ്ഞ പോലെ നടത്തിപ്പുകാരാവേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഭാഗത്തിൽ, ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കുന്ന ഒരു ഭാഗത്തിൽ മാത്രം ഒതുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തേണ്ടതും അത് കുറ്റക്കാരായിട്ടുള്ള ആളുകളെ പേരിൽ കൊടുത്ത എന്തെങ്കിലും നടപടി ഉണ്ടായാൽ മാത്രമാണ്. ഇത് പറയുന്നതിൽ പലതും നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ സാറിന് തുടക്കത്തിൽ തുടങ്ങിയ ഭാഷയാണ്, VVIPക്ക് കൊടുക്കണ സെക്യൂരിറ്റിയാണ് പൂരത്തിന് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരാവശ്യമില്ലേ, വെറുതെ നിൽക്കണം കേട്ടോ, എല്ലാവരും ഇവിടെ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ സംഭവം. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറഞ്ഞ് കണ്ണടക്കുന്നതിന് പകരം ഇപ്പോൾ ഈ വിളക്ക് കത്തിക്കാതിരുന്നതിലും ഈ കുത്തുവിളക്കുകാരനെ അടിച്ചതിലും ഒരു പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അക്കട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ നടന്ന ചോദിക്കാൻ കാരണം ഉന്നത ദിവസം പറയും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, വീഡിയോസ് ഉണ്ട്, നമുക്കും അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഇട്ട് തരുന്നത്. പക്ഷെ അത്രയ്ക്കൊന്നും ഒരു എന്താ പറയാ, അത് പൂരം അടുത്ത കൊല്ലം ഉണ്ടല്ലോ, ഏതാ പൂരം അടുത്ത വർഷം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണെങ്കിൽ ഇനിയെങ്കിലും എല്ലാവരും ക്ഷേത്രങ്ങളെല്ലാവരും പ്രതിനിധികളെല്ലാവരും ഇരുന്ന് ഉദ്യോഗസ്ഥന്മാരിരുന്ന് ഇതിനൊരു ഭംഗിയായിട്ട് സാറ് പറഞ്ഞാൽ പൂരം നടത്തൽ ഞങ്ങൾക്ക് വിട്ടുതരിക. ബാക്കിയുള്ള കാര്യം ഇപ്പോൾ വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ 12 മണി വരെ മാഗസീൻ്റെ താക്കോല് തന്നിട്ടില്ല, ചരിത്രത്തിലില്ല. 10:30 തൊട്ട് അല്ലെങ്കിൽ 10 മണി തൊട്ട് അവിടെ പണി തുടങ്ങും ഒരു വിഭാഗം ആൾക്കാർ. ഇതിൻ്റെ ഈ പറയാ ഇതിൻ്റെ ഒരു മേലാളന്മാരായിട്ട് അവിടെ വന്ന് നിൽക്കും. ഈ വെടിക്കെട്ട് പ്രേമികൾക്ക് വളരെ നിരാശയായിട്ടുള്ള സംഭവമാണ്. ഈ രാത്രിയിലെ വെടിക്കെട്ട് അതിന് ഒട്ടും ഭംഗിയുണ്ടായില്ല, വെറും പുകയാണ് ഉണ്ടായിരുന്നുള്ളൂ. അത് വലിയ മാറ്റം ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് ശരിക്കും ആ രാത്രിയിൽ വെടിക്കെട്ട് കാണുന്ന ഒരു ഭംഗി ഒന്നും കിട്ടിയിട്ടില്ല. ശബ്ദം ഉണ്ടായിരുന്നു, കുറെ പുകയുണ്ടായിരുന്നു. ചോദിക്കണ എന്താണെന്ന് അറിയാം സാറേ, എന്തിനാണ് വെടിക്കെട്ടിൻ്റെ അവിടെ ഇത്ര അധികം ആൾക്കാർ? പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ട് മാത്രമല്ല, അതിൻ്റെ ഓരോ പ്രശ്നങ്ങളും അതിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചമയത്തിൻ്റെ എത്ര നാളായിട്ട് ഒരു ടീം പിള്ളേർ ഇതിനു വേണ്ടി വർക്ക് ചെയ്യണമെന്ന് അറിയും. അവർക്ക് വെടിക്കെട്ട് ഇഷ്ടമില്ലാണ്ടല്ല, അവരാ ചമയത്തിൽ അതിൽ കൊടുക്കണു, മാസങ്ങളോളം അതിനു വേണ്ടി വർക്ക് ചെയ്യണു. അവർ വെടിക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല എന്ന് കമ്മിറ്റിക്കാർക്ക് പറയാൻ പറ്റുമോ? അവർ പൂരത്തിൻ്റെ ഒരു ഭാഗമല്ലേ. അതേപോലെ ഭക്ഷണത്തിൻ്റെ, ഇവർക്ക് എല്ലാവർക്കും ആഴ്ചകളോളം ഭക്ഷണം വെച്ച് വിളമ്പി അതാത് സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ പൂരം വെടിക്കെട്ട് സമയത്ത് അവർക്ക് അപ്പം ലിഷർ ടൈമുണ്ട്. അവർ പൂരം വെടിക്കെട്ട് സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല എന്ന് വെടിക്കെട്ട് എൻ്റെ ചുമതലയുള്ള ആൾക്കാർക്ക് പറയാൻ പറ്റും.
ഓരോ കാര്യങ്ങളും ഉണ്ട്. ആനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ഈ 1000 തവണ വിളിക്കണം ഓരോരുത്തരെയും ആനയുടെ അതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ തീർക്കാൻ. അതിനൊരു ബാച്ച് ഇരുന്ന ടെലിഫോണും ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ പേപ്പർ വർക്കും ആയിട്ട് ഇതിന് ഇനിയും പൂരങ്ങൾ വരുന്നുണ്ടല്ലോ, എങ്ങനെ വേണം എന്നാണ് തിരുവമ്പാടിയുടെ സെക്രട്ടറി സാറ് പറഞ്ഞ പോലെ. അതായത് പൂരം ഞങ്ങൾ ദേവസ്വങ്ങൾ നടത്തും. അതിൻ്റെ ലോ ആൻഡ് ഓർഡർ, അതിൻ്റെ നിയമപരമായ കാര്യങ്ങളോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം നടത്തി തരാൻ പറ്റുമോ അതൊക്കെ അവിടെ നിന്ന് ചെയ്തു തരാം. പൂരം പക്ക അതാത് വിഭാഗങ്ങൾ ശരിക്കും അതിനൊരു മാർഗ്ഗരേഖ ഉണ്ടാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കാവുന്നതല്ലേ ഇങ്ങനെ വേണം എന്നുള്ളത്? ഇതിപ്പോൾ എല്ലാം അവിടുന്ന് ഡയറക്ഷൻ വരുന്നു, അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ. ശരിക്കും ഒരു ഈ രീതിയിലൊന്നും ഇടപെടരുത്, ഈ രീതിയിൽ ഇതാണ് ആചാരം, ഇതാണ് ചടങ്ങ്, അതിലേക്ക് കയറി ആ ഒരു മാർഗ്ഗരേഖ നൽകുന്നത് നല്ലതല്ലേ? പക്ഷെ മുകേഷ്, നമ്മൾ തൃശ്ശൂർ പൂരം മാത്രമല്ലല്ലോ കേരളത്തിൽ നടക്കണേ. ഇതിനോട് കടപിടിക്കുന്ന എത്ര വലിയ വലിയ പൂരങ്ങളും കാര്യങ്ങളും നടക്കണം. അവിടെ ഒന്നും ഈ വക പ്രശ്നങ്ങളില്ലല്ലോ. തലേ ദിവസം ഈ ഡോക്ടേഴ്സ് വന്ന് നിൽക്കുമ്പോഴും അവിടെ ഫോറസ്റ്റിൻ്റെയും ഒമിക്കസൂരിയുടെയും മീറ്റിംഗ് നടക്കണം. ഈ പറഞ്ഞ ഇതിൽ നിന്ന് തന്നെ ഞാൻ പറയട്ടെ, ഒരുപാട് പൂരങ്ങൾ നടക്കുന്നുണ്ട്, എന്നിട്ടും തൃശ്ശൂർ പൂരത്തിന് മാത്രം എന്താണ് ഇങ്ങനെ വിവാദങ്ങളും പ്രശ്നങ്ങളും? അപ്പോൾ അതിലെന്തുകൊണ്ട് ഒരു ഹിഡൻ ഇതെങ്ങനെയും അവസാനിപ്പിക്കണം, തൃശ്ശൂർ പൂരം അവസാനിപ്പിക്കണം എന്ന് ആർക്കെങ്കിലൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. നേരത്തെയും പല രീതിയിൽ ഒരു വിവാദം ഉയർന്നിട്ടുണ്ട്, തോന്നിയിട്ടുണ്ട്, എപ്പോഴും തോന്നാറുണ്ടല്ലോ. നമുക്ക് ഒരു ആനയുടെ 50 മീറ്റർ ചുറ്റളവിൽ ആരും നിൽക്കരുത് എന്നൊരു ഓർഡർ ഫോറസ്റ്റ് ഇടണമെങ്കിൽ ഒന്ന് വിഡിത്തം അല്ലേ? എന്നിട്ട് അത് വിഡ്രോ ചെയ്യുക, വിഡ്രോ ചെയ്യുക. ഈ വിഡ്രോ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ടോ? ഇനി അതാ ചോദിക്കുന്നത് വേറെ. അതായത് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ കുറെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് പറയാൻ അല്ല, ഈ 50 മീറ്റർ ചുറ്റളവിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളത് അത് ഏതൊരാൾക്കും അറിയാവുന്നതാണ്. 50 മീറ്റർ ആനയും മേളക്കാരും മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് പൂരം എന്ന് പറയാൻ കഴിയും. പാർമേക്കാവിന് മുമ്പ് എഴുന്നള്ളിച്ചാൽ എക്സിബിഷൻ ഗ്രൗണ്ടിൽ പോയിട്ട് വലിയ ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. പടിഞ്ഞാറേക്കോട്ടയിൽ മേളക്കാർ നിൽക്കട്ടെ, ആന കയറ്റക്കോട്ടയിൽ നിൽക്കട്ടെ, അങ്ങനെ അത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ. അതാ പറഞ്ഞത്, ഇങ്ങനെ തുടർച്ചയായിട്ട് നടക്കാത്ത കാര്യങ്ങൾ സർക്കുലർ ഇറങ്ങുകയും പിന്നെ ഇടപെടുമ്പോൾ അത് പിൻവലിച്ചു. അതാണ് ചോദിക്കുന്നത്. ഒരു സ്ട്രഗിൾ പോലെയാണ് പൂരം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ട്രഗിളാണ്. കമ്മിറ്റി മെമ്പേഴ്സിനെ ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഓടി ഈ പ്രശ്നങ്ങൾ തീർക്കാം. അല്ല, ഇത് TCV പൂരം മുഴുവനായിട്ടും ലൈവ് കൊടുക്കുന്നതാണ്. ഞങ്ങൾക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ട് ഞങ്ങളുടെ ആ സമയത്തിനുള്ളിൽ. അപ്പോൾ ദേവസ്വം ഭാരവാഹികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എത്രയോ ദിവസം മുമ്പ് 3 ദിവസം അടുപ്പിച്ച് ചിലപ്പോൾ കൃത്യമായിട്ട് ഉറക്കം കിട്ടിയെന്ന് വരില്ല. അതെ. ഏതെങ്കിലും ഒരു വാദ്യക്കാരന് ഒരു കുപ്പി വെള്ളം കിട്ടിയില്ല, ചോദിച്ച സമയത്ത് കിട്ടിയില്ലെങ്കിൽ പറയും വെള്ളം വരെ കിട്ടിയില്ല എന്ന് പറയുന്നത്. അല്ല, ഇതിൽ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ പ്രശ്നത്തിലും നമ്മൾ ഇടപെട്ടുകൊണ്ടേയിരിക്കണം. ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതി ഉണ്ട്. ഇപ്പോൾ ഈ ആനപ്പുറത്ത് കുട മാറുമ്പോൾ ആളുകൾ കുട മാറുന്ന മാറ്റം, പക്ഷെ അതിൻ്റെ പിന്നിൽ എത്രയോ നൂറുകണക്കിന് ആളുകൾ ഈ കുടയുമായി പോവുകയും അടുത്തത് സെറ്റായി പിന്നിലൂടെ വരികയും ചെയ്യുന്ന ഇതിൻ്റെ ഒന്നും ആ ഒരു 1000 കണിശായിരിക്കണം. ആളുകൾക്ക് ഒരു ആരവം മാത്രമാണ് എല്ലാവരും കാണുന്നുള്ളൂ. അതിന് സൂപ്പർവിഷൻ വേണം. ആരെയും തെറ്റിക്കൂട അതിന്റെ ഇടയിൽ കൊണ്ടുവരുത്തുണ്ടോ? വളരെ മോശവും. പക്ഷെ ഇന്നവര് അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. ടീമുണ്ട്. ഈ പൂരം നടത്തിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ഇടപെടൽ. ഇത് എങ്ങനെ ഇല്ലാണ്ടാവാം എന്നുള്ള നിലയ്ക്കുള്ള ഇടപെടലാണ് കൂടുതൽ കാണുന്നത്. എന്തായാലും ഇനിയെങ്കിലും അത്തരമൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് വരുന്ന രീതിയിലേക്ക് മാറട്ടെ എന്ന്, അല്ലെങ്കിൽ പോലീസും അതിൻ്റെ കൂടെ നിൽക്കട്ടെ അല്ലേ? ഇത് പൂരം നടത്തിപ്പുകാരെ തളർത്തുന്ന രീതിയിലാണ് പൂരം വരുമ്പോഴേക്കും അവരുടെ അനുഭവങ്ങൾ വരുന്നത്. അത് മാറി അത് ശരിയായ രീതിയിൽ അവർക്കൊരു ഫ്രീ ഹാൻഡ് കൊടുത്ത്, അങ്ങനെ പോലീസായാലും അത് കൃത്യമായിട്ട് ബ്രീഫ് ചെയ്ത് ഈ അനുഭവ സമ്പത്തുള്ള ആളുകളെ കൂടുതലായിട്ട് അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ച് അതിന് മൊത്തം ഒരു കുറച്ചും കൂടി നേരത്തെ കൂട്ടി തയ്യാറെടുപ്പും അത് ഒക്കെ. ഒരു പൂരം കഴിഞ്ഞാൽ അടുത്ത പൂരത്തിന് ഇപ്പോൾ തന്നെ ഇപ്പോൾ ചമയ പ്രദർശനത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കുടകൾ, ഈ അടുത്ത കൊല്ലത്തെ കുടകൾ ഇപ്പോൾ തന്നെ ആ ടീം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എങ്ങനെ വേണം ആ കുടകൾ, എന്തൊക്കെയാണ് കുറവുകൾ എന്നുള്ള ആദ്യം ആ ഒരു ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അതിനെങ്ങനെ മറികടക്കാമെന്നും നന്നാക്കാൻ പറ്റുന്നുള്ള ചിന്ത തുടങ്ങി ഏതാണ്ട്. അല്ലെ, കുറെ പൂരങ്ങൾ ഉണ്ടെങ്കിലും തൃശ്ശൂർ പൂരത്തിന് അങ്ങനെ പ്രത്യേകത എല്ലാം പുത്തൻ കുടകൾ, എല്ലാം ഉപയോഗിക്കില്ല. അതെ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാർഗ്ഗരേഖ ഒക്കെ ഉണ്ടാക്കി ഇരു ദിവസങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അങ്ങനെയല്ല വേണ്ടത്, ഞങ്ങൾ പൂരം നടത്താം, ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നൽകുക എന്ന രീതിയിലൊക്കെ സർക്കാരിനോട് പറയുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു.
അല്ല, ഇത് ഈ 100-200 ചില്ലാൻ വർഷമായിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഇതാണ് പൂരം. അതിലെ ചടങ്ങുകളൊക്കെ ഒരുവിധം തൃശ്ശൂർക്കാർക്കൊക്കെ കാണാപ്പാടാണ്. ഈ ചടങ്ങ് മുടങ്ങുന്ന ഒരു സ്ഥിതി ചടങ്ങുകളൊക്കെ കാണാപ്പാടാണ്. ഇപ്പോൾ ഒരുമാതിരി ഇപ്പോൾ കേരളത്തിലെ ഒരുമാതിരി എല്ലാ ടെമ്പിൾ ഫെസ്റ്റിവൽസിലൊക്കെ ഡ്യൂട്ടിക്ക് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ കാണുന്നതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇത്ര കൃത്യതയോടുകൂടി, കണിശത, ഇത്ര പങ്ക്ച്വലായിട്ട്, അതായത് 1:30 മണികണ്ഠനാലിൽ വന്ന് പറമേക്കാവിൻ്റെ ആന വന്ന് നിൽക്കുന്നു, മറ്റുള്ളവർ പിരിഞ്ഞു പോകുന്നു, നായ്ക്കനാലിൽ തിരുമ്പാടി വരുന്നു, കാലത്ത് ഘടകപൂരങ്ങൾ നീതലക്കാവ് അമ്പയും ഈ കണിമംഗല ശാസ്താവൊക്കെ 7:30 അല്ലെങ്കിൽ 6:30, അതൊക്കെ കറക്റ്റായിട്ട്, അതിൻ്റെ കൂടെ കുറച്ച് പോലീസ്, അതൊരു എന്താ എണ്ണ യന്ത്രം എന്ന് പറഞ്ഞ പോലെ അതുപോലെ നടന്നു പോകുന്ന ഒരു ഫെസ്റ്റിവലാണ്. ആകെ പോലീസ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു എന്ത് സഹായമാണ് അവർക്ക് ആവശ്യം, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, ആ ഒരു സമീപനമാണ് പോലീസിന് ഉണ്ടാവേണ്ടത്. ഒരിക്കലും പോലീസ് ഇതിൻ്റെ നടത്തിപ്പുകാരാവരുത്. ഇതാണ് എൻ്റെ ഈ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ADGP അജിത് കുമാർ ഒരു പൂരം കാണാൻ നിൽക്കുന്ന ഒരാൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഉദാഹരണമായിട്ട് ആളുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കണം. അതുപോലെ സപ്പോർട്ടീവായിട്ട് പോകണം, കൂടെ നിൽക്കണം എന്നാണ് പറയുന്നത്. 1-2 ആൾക്കാരാണ് ഇതിൻ്റെ ഇത് മുഴുവൻ കളയണത്. ചിലപ്പോൾ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇതിനു വേണ്ടി ഒഫീഷ്യൽസാണ് ഞാൻ പറയുന്നത്, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഒരു ബ്രീഫിംഗ് വരെ അന്ന് കഴിയുമ്പോൾ 3:30 കാലത്ത് എങ്ങനെയാണ് ബ്രീഫിംഗ്, 3:30 വരെ വെള്ളം ഭക്ഷണം കഴിക്കാണ്ടാണ് ഈ പോലീസുകാർ മുഴുവൻ നിൽക്കുന്നത്. ഈ മൂവായിരം ജില്ലാൻ പോലീസുകാർ അത്രയും കഷ്ടപ്പെട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് വർക്കാണ്. 24 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. ഇന്ന് രാവിലെ 7 മണിക്ക് ഡ്യൂട്ടി പ്ലേസിൽ വന്നാൽ നെക്സ്റ്റ് ഡേ 7 മണി വരെ കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. ട്രെയിനൊന്നുമില്ല. നല്ല തിരക്കില്ലാത്ത നേരത്തെ കുറച്ചൊന്ന് മാറി ഒന്ന് പോയി ചായ കുടിച്ച് വരിക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് വരിക എന്നല്ലാതെ ഡ്യൂട്ടി പ്ലേസിൽ നിന്ന് മാറാതെ 24 മണിക്കൂർ നിൽക്കുന്ന ഒരേ ഒരു ഡ്യൂട്ടിയാണ് തൃശ്ശൂർ പൂരം ഡ്യൂട്ടി. എത്ര നല്ല ചൂടുള്ള സമയമല്ലേ, കഷ്ടപ്പെട്ട് ഈ കാക്കിനുള്ളിൽ നിന്നിട്ട് പിന്നെ അവസാനം ഈ പേരുദോഷം കൂടി കേൾക്കുമ്പോൾ അതാണ് ഞാൻ അതിനകത്ത് ഇത്രയും ഇതായിട്ട്, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ പോലീസിനെതിരായിട്ട് പറയുന്നതല്ല, അതിന് പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് ഞാൻ പറയില്ല. അല്ല, നമ്മൾ ആരും ആർക്കും എതിരല്ല. ഇപ്പോൾ പറമേക്കാവാണെങ്കിലും തിരുവമ്പാടിയിൽ മറ്റ് ഘടകക്ഷേത്രമാണെങ്കിലും പൂരം ഭംഗിയായി മുന്നോട്ട് പോകണം, പൂരം ഏറ്റവും മനോഹരമാകണം. ഈ തൃശ്ശൂർ പൂരം പൂരങ്ങളുടെ പൂരമായി മാറിയത് ഈ തൃശ്ശൂർ പൂരം ഇങ്ങനെ കണിശതയിൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ്. അതിലെ ഒരു ഭംഗം വരുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ചർച്ച ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായത്. ഈ പോലീസിൻ്റെ ഇടപെടൽ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥലത്തിൽ ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത ഉത്തരവുകൾ, ഈ ഉത്തരവുകൾ ഒടുവിൽ അത് വിഡിത്തമാണെന്ന് അറിഞ്ഞ് പിൻവലിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം, ക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്താൻ അനുവദിക്കാതെ വരിക, കുത്തുവിളക്കുകാരനെ അടിക്കുക, ആ രീതിയിലുള്ളതൊക്കെ മാറി ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ തൃശ്ശൂർ പൂരം ലോകത്തിൻ്റെ സഞ്ചാര ഭൂപടത്തിലാണെങ്കിൽ പോലും സുവർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് വർഷത്തെ പ്രയത്നമുണ്ട്, ദേവസ്വങ്ങളുടെ ഒരുപാട് നാളുകളിലെ അധ്വാനമുണ്ട്. ഇനിയെങ്കിലും ആ രീതിയിലൊന്നും കരി കലക്കാൻ ഇടവരാതെ നല്ല രീതിയിൽ പൂരം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമ്മൾ ഈ ചെറിയ പരിമിതമായ സമയത്തിനുള്ളിലാണ് കുറച്ചെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായത്. നമ്മളോടൊപ്പം പ്രേക്ഷകർ ഈ നമ്മുടെ തിരുവമ്പാടി പ്രതിനിധിച്ച് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ശ്രീ കെ ഗിരീഷ് കുമാർ, പാറമേക്കാവിനായി പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്, റിട്ടയേർഡ് SP, അദ്ദേഹം കൊച്ചിൻ ദേവസ്വം ബോർഡിലെ വിജിലൻസിൽ കൂടിയുണ്ടായിരുന്നു, റിട്ടയേർഡ് SP RK ജയരാജ്. പൂരത്തെക്കുറിച്ച് പ്രേക്ഷകരുമായി ഇത്രയും സമയം പങ്കുവച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.